അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, ധർമ്മവിജയം എന്ന് തന്നെയാണ് ഈ ഒരു വാർത്തയിൽ പ്രതികരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 17 വർഷങ്ങൾക്ക് ശേഷം മലേഗാവ് സ്ഫോടന കേസിലെ മുഴുവൻ പ്രതികളെയും കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ് കോടതി. പക്ഷേ 17 വർഷം അവർ പ്രതിപ്പട്ടികയിൽ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വന്നു. ഇതിൽ പിന്നിലുള്ള ഗൂഢാലോചന, തിരക്കഥ ഒക്കെ പുറത്തു വരേണ്ട സമയം കൂടിയല്ലേ? യാതൊരു സംശയവുമില്ല. ഇപ്പൊ കോൺഗ്രസിന്റെ നേതാക്കന്മാര് പറയാൻ പോകുന്നത് ഇത് BJP കോടതിയാണെന്ന് പറയും. കാരണം യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കോൺഗ്രസോ ഇന്ത്യയിലെ പ്രതിപക്ഷമോ തയ്യാറാവുന്നില്ല. കാരണം എങ്ങനെയാണ് ഈ കേസിന്റെ ഉത്ഭവം? ഈ കേസിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ലോകം മുഴുവനും ഭീകരവാദം, ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ സൃഷ്ടിക്കുമ്പോൾ ആ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്കെതിരായിട്ട് ഇന്ത്യയിൽ വ്യാപകമായി രാജ്യസ്നേഹികളായിട്ടുള്ള അവരുടെ പ്രസ്ഥാനം, രാജ്യസ്നേഹികൾ അതിശക്തമായി ഇന്ത്യയിൽ പ്രതികരിച്ചപ്പോൾ രാജ്യസ്നേഹികളെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ ഹിന്ദുത്വവാദികൾ ഭീകരവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു നയപരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ കേസിൽ യഥാർത്ഥ പ്രതികളെ മാറ്റി നിർത്തി ഭാരതീയ സംസ്കൃതിയും ഭാരതത്തിന്റെ പാരമ്പര്യവുമെല്ലാം ജീവിതത്തിൽ പകർത്തിയ നിഷ്കാമ കർമ്മയോഗികളായിട്ടുള്ള ആരെയും ഉപദ്രവിക്കാതെ സർവചരാചരങ്ങളുടെയും ജീവൻ ഒന്നാണ്, എല്ലാം ജഗദീശ്വരൻ്റെതാണ് എന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന സന്യാസിനി ശ്രേഷ്ഠന്മാരെ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഹിന്ദുത്വ ഭീകരത വ്യാജ സൃഷ്ടിയിൽ ഉണ്ടാക്കിയ കോൺഗ്രസ് സർക്കാരിന് കിട്ടിയ തിരിച്ചടിയാണ് ഇന്നത്തെ കോടതിയുടെ ഉത്തരവ്. ഇതിൽ വാസ്തവത്തിൽ ഹിന്ദു സമൂഹത്തോട് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചതിന്.